എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ സൺഡേ ഇത് കാരണം കൊണ്ടിട്ടേ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വേപ്പിലയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ വേണ്ടിയെന്ന് കാണിച്ചു തരട്ടെ. പെരിഞ്ചീരകം, വെളുത്തുള്ളി, ഇഞ്ചി, കാഷ്യൂനട്ട്, പച്ചമുളക്, വേപ്പില, കുറച്ച് സ്പൈസസും കൂടി ഉണ്ട് കേട്ടോ. കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, പട്ട, ഒരു 3-4 ഏലക്ക, ഗ്രാമ്പു, അടുത്തതായിട്ട് ഗ്രാമ്പു, സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തക്കാളി, ഉരുളക്കിഴങ്ങ്, തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പം ചിക്കൻ്റെ കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആ സ്പൈസസൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ പട്ടയും ഗ്രാമ്പും ഏലക്കായും കുരുമുളക് ഒക്കെ കൂടി ഇടുന്നുണ്ട്. കുരുമുളക് ഇടണേ, ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എല്ലാം കൂടി. നന്നായിട്ട് പൊടിയുണ്ട, എന്നാലും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് എന്താ, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇന്നലെ പാറുന്ന് ലച്ചുനും ചിക്കൻ വറുത്തതിൻ്റെ ബാലൻസ് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് കാഷ്യൂനട്ടാണ് കേട്ടോ. ഒരു 10-15 കാഷ്യൂനട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. അതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരട്ടെ കേട്ടോ. കാഷ്യൂനട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കോരി മാറ്റാം കേട്ടോ. കാഷ്യൂനട്ട് വറുക്കണുണ്ട്. അപ്പോൾ പാറു വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അതെ, അടുത്തതായിട്ട് എന്താ, പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണുണ്ട്, വെളുത്തുള്ളിയാണ്, സവാളയാണ് കേട്ടോ. ഒരു വലിയൊരു സവാള കൊത്തിയരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളകാണ് കേട്ടോ. ഇതിൽ നമ്മളെ സ്പൈസസും കുറച്ച് പച്ചമുളകൊക്കെ മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കണില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണില്ല. അപ്പം അത് കൊണ്ടിട്ട് മുളക് ഒരു 4-5 മുളക് ഇടുന്നുണ്ട്. പിന്നെ അതേ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ ടൊമാറ്റോ അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്, വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ കിടന്ന് നന്നായിട്ട് വാടി വരട്ടെ. കുറച്ച് ഫ്ലെയിമൊക്കെ കൂട്ടിയൊക്കെ വെച്ച് കൊടുക്കുക, ഇളക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് അടച്ചൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വേഗം ആയി കിട്ടും. വെള്ളമൊക്കെ വറ്റി വരട്ടെ കേട്ടോ നന്നായിട്ട്. അപ്പം ഇത് ഇവിടെ ലച്ചുനും പാറുവിനൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അധികം എരിവൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കണ കറിയാണല്ലോ. അത് കാരണം കൊണ്ട് അവർക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറിയും കൂടിയാണ്. ഇതേ ആ കാഷ്യൂനട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണുണ്ട്. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ കുക്കറിലോട്ട് ഇടുന്നുണ്ട്. അരച്ച് വെച്ചേക്കണ അരപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ ആ സ്പൈസസ് പൊടിച്ച് വെച്ചേക്കണതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആ മിക്സിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ച മിക്സിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി നമ്മൾ കുക്കറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ.
കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. കൈ വെച്ച് ഉപ്പിട്ടാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഞാൻ സ്പൂൺ വെച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഇടേണ്ടി വരും. ഇത് വേപ്പില കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മോശമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്പൂൺ വെച്ചിടുന്നത്. കൈ വെച്ചിടുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഒരു പ്രാവശ്യം ഇട്ടാലും മതിയാവും, അല്ലെങ്കിൽ 4 പ്രാവശ്യമൊക്കെ ഇടേണ്ടി വരും. നന്നായിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. കുക്കർ അടക്കുക. ഞാനൊരു 2 വിസിലാണ് കേട്ടോ. 2 വിസില്, കറക്റ്റ് 2 വിസിലടിച്ച് ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ കുക്കറിൽ ഞാനൊരു പാനിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ കിടന്ന് നന്നായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ചാറൊക്കെ വറ്റി കുറുകി വരട്ടെ കേട്ടോ കറി. അപ്പം നമ്മൾ ഈ മല്ലി, മുളക്, മസാല ഇതൊന്നും പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ ഈ കറിയിൽ. അപ്പം അതുകൊണ്ടിട്ട് ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പം അവർ ഈ ചോറിൻ്റെ കൂടെയിലും എന്ത് ആയാലും അവർക്ക് കുഴപ്പമില്ല, അവരുടെ കൂടെ അവർ കഴിച്ചോളൂ. അപ്പം അതേ നന്നായിട്ട് കുറുകി ആ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരട്ടെ കേട്ടോ. അതേ വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ കടായി വെച്ചിട്ട് വേപ്പിലയും കുരുമുളകും കൂടി ബട്ടറിൽ താളിച്ച് കറിയിലോട്ട് ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കാരണം കൊണ്ടിട്ടാണ് ഇത് വെറുതെ ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതേ കറി നന്നായിട്ട് കുറുകി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ